എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്പലത്തിൽ പോകുന്നൊരു വിശേഷമാണ്. രാവിലെ കണിച്ചുകുളങ്ങരയാണ് അമ്പലം. രാവിലെ തന്നെ ഫുഡൊക്കെ അവിടെ ചെന്നിട്ടാണ് കഴിച്ചത്. അവിടെ ചെന്നാൽ തന്നെ എൻ്റെ പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അമ്പലം. ഇവിടെ നിറയെ ആൾക്കാർ വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഇത് കണിച്ചുകുളങ്ങരയാണ് അമ്പലം വരുന്നത്. ഒരു ചിക്കിരിക്കിരിക്കൽ ഒരു വഴിപാടാണ്. അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ടും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അവിടെ ചെന്ന് പായസമൊക്കെ കുടിച്ചു, ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. അതിനുശേഷം അമ്പലത്തിൻ്റെ അകത്തോട്ട് പോയി. ഇത് അവിടെ നടത്തുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്ന് കണ്ടു. കുറേ പേര് നേർച്ചയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറയാനറിയില്ല. അപ്പോൾ ഇവർ നേർച്ച ചെയ്യാൻ നേരത്ത് കുട്ടികളെ പേരൊക്കെ വിളിച്ച് അങ്ങനെയാണ് നേർച്ചയൊക്കെ ചെയ്യുന്നത്. അതെല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ നടക്കുന്നതാണ്. കുറേ പേരുണ്ടായിരുന്നു. ഈ നാട്ടിലെല്ലാവരും ഉണ്ടാവും ഇവിടെ. ഇങ്ങനെയാണ് നേർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു. ഇതാണ് അമ്പലം വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നിറയെ പേര് ഇവിടെ ചിക്കിലൊക്കെ ഇരിക്കുന്നുണ്ട്. പിള്ളേരാണ്, കുട്ടികളാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ ഉത്സവം തുടങ്ങി അത് തീരണ വരെ ആ കുട്ടികളും ഫാമിലി ഇവിടെ തന്നെ ഉണ്ടാവും. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. തൊഴാനുള്ള ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. കുറേ പേര് ക്യൂവിലാണ്, കുറേ പേര് തൊഴുത്തിങ്ങനെ വിശ്രമിക്കുകയാണ്. ഇവിടെ വഴിപാടൊക്കെ കഴിക്കുന്നത്. ഒരു വലിയൊരു ഗ്രൗണ്ടാണ്. ഇവിടെ ഉണ്ട പുഴുങ്ങുന്ന ഒരു ചടങ്ങ് കൂടെ ഉണ്ട്. ഞങ്ങളതൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി മാത്രമായിട്ടാണ് വന്നത്. അപ്പോൾ കൂടെ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് കരുതി. നിറയെ കടകളും ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊഴുത്ത് ഫ്രണ്ടിൻ്റെ ഒക്കെ അടുത്തേക്ക് പോവുകയാണ്. ഇത് വലിയൊരു ഗ്രൗണ്ടാണ്. ഇതിന് ചുറ്റും ഗ്രൗണ്ടുണ്ട്. അപ്പോൾ റോഡ് സൈഡ് തന്നെയാണ്, വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വന്നു പോകാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. റോഡ് ഫുള്ളിങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഈ അമ്പലത്തിന് ഉത്സവം വരുന്നിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെല്ലാവർക്കും ഒരു ആഘോഷം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇതാണ് റോഡിലൊക്കെ ഇട്ടേക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. റെയിൻബോ പോലെ ഉണ്ട് കാണാനായിട്ട്. റോഡ് സൈഡിൽ തന്നെ നല്ല കടകളും. ഇവിടെ ഈ സൈഡിലെ ബിൽഡിങ്ങിലാണ് കുട്ടികളൊക്കെ താമസിക്കുന്നതും സദ്യ കൊടുക്കുന്നതൊക്കെ. പിന്നെ കുറേ പേര് ഷെഡൊക്കെ വെച്ചിട്ട് താമസിക്കുന്നുണ്ട്. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അതിനെ കാണിച്ചു തരാം. ഇപ്പോൾ ഉത്സവം തീരാറായ ഒരു സമയത്താണ് ഞാനിവിടെ എത്തിയത്. അപ്പം ഞങ്ങളിവിടെ വന്ന് കുറേ നടന്ന് ക്ഷീണിച്ച അവസാനം ഒരു കരിക്ക് ഷേക്കൊക്കെ വാങ്ങിച്ചു കുടിച്ചു. കുറേ നാളായിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ അത് വാങ്ങിച്ചു. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് കുടിച്ചിട്ട് വീണ്ടും നടക്കുകയാണ്. അങ്ങ് അറ്റത്തോട്ട് പോകണം. ഫ്രണ്ടിൻ്റെ വീട്, അവിടെ താമസിക്കുന്ന വീട് അവിടെയാണ്. ഒരു ഷെഡ് കെട്ടിയാണ് അവർ താമസിക്കുന്നത്. പോണ വഴി നിറയെ ഇങ്ങനെ കമ്പനികളുടെയൊക്കെ കടയുണ്ടായിരുന്നു. കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ ടൈമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കയറില്ല. ആദ്യം അവളെ കണ്ടിട്ട് എല്ലാം ഒന്നും കൂടെ കയറാമെന്ന് വിചാരിച്ചു.
അപ്പോൾ കാണുന്ന അറ്റത്തോട്ട് പോകണം. റോഡ് സൈഡിൽ എല്ലായിടത്തും കടകളാണ്. ഒരു സൈഡ് പോലും വിടാതെ കടകളൊക്കെ വെച്ചിട്ടുണ്ട്. എന്ത് സാധനം ഉണ്ടെങ്കിലും ആ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വരെ ഇവിടെ കിട്ടും. ഇതാണ് കണിച്ചുകുളങ്ങര. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. അവിടെ ചെന്നപ്പോൾ അവർ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. അവരെ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ചോറ്, സാമ്പാറും അച്ചാറും കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവുകയാണ്. പോണ വഴിക്ക് റേവിയും പാളത്തിൻ്റെയൊക്കെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് തിരിച്ചു. ഞായറാഴ്ച അങ്ങനെ കഴിഞ്ഞിട്ട് ബസ്സിലാണ് ഞങ്ങൾ തിരിച്ചു പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.